വീട്ടുകൊണ്ടോണ്ടൊക്കെ വാ നല്ലോനും വല്ല ചൊല്ലുകയും ചെയ്യുവാണ്. അനക്കാതെ വീഡിയോ എടുത്തിട്ട് എത്ര 1550 അത് 8 എണ്ണ അരിയുണ്ട്. അതുകൊണ്ട് 1 കിലോ എത്ര ചോദിച്ചിട്ട് വലിയ കൊഞ്ചാണെങ്കിൽ വലുത് മതി. എത്ര പുള്ളൽ എത്ര 5 200 വെട്ട് വെട്ട് 6/5/2025 നമ്മൾ പള്ളം ഫിഷ് മാർക്കറ്റിലാണ് വന്നിട്ടുള്ളത്. മീനൊക്കെ വളരെ കുറവാണ്. രാവിലെ ഒരു 8 മണിക്കുള്ള ഒരു കാഴ്ചയാണ്. ഏറ്റവും കൂടുതലുള്ളത് നമുക്ക് ഈ കരമടിയിൽ നെത്തോലി മീനുകൾ മാത്രമാണ് കൂടുതലായിട്ടുള്ളത്. മീനുകളൊക്കെ കിട്ടാതെ ആളുകളൊക്കെ കാത്തു നിൽക്കുന്ന ഒരു കാഴ്ചയൊക്കെ കാണാൻ പറ്റും. പിന്നെ കച്ചാവലയ്ക്ക് നെത്തോലി വരുന്നുണ്ട്, അതുപോലെ കരമടിക്ക് നെത്തോലി വരുന്നുണ്ട്, അതുപോലെ തട്ടുമടിക്കാർക്ക് ചാള, നെത്തോലി അങ്ങനത്തെ കുറച്ച് മീനൊക്കെ വരുന്നുണ്ട്. മീനൊക്കെ വളരെ കുറവാണ് കേട്ടോ. നെത്തോലി മീനുകൾ മാത്രമാണ് ഇവിടെ ഉള്ളത്. വേറെ മീനുകൾ ഒന്നും തന്നെ ഇല്ല കേട്ടോ. ആളുകളൊക്കെ കച്ചവടക്കാരാണ് ഏറ്റവും കൂടുതൽ ഇപ്പോഴും ഇവിടെ ഉള്ളത്. നെത്തോലിയൊക്കെ ഇവിടെ കൂട്ടം കൂടി ഇട്ടിരിപ്പുണ്ട്. നോക്കാം, നെത്തോലി വാരി ഇട്ടിരിക്കാം. മീനുകൾ എങ്ങനെ? മീനുകൾ കുറവാണോ? മീനുകൾ കുറവാണോ? ഇപ്പൊ എന്തൊക്കെ മീനുകളാണ്? നെത്തോലി മീൻ മാത്രമേ ഉള്ളൂ. വേറെ രാവിലെ എന്തൊക്കെ മീൻ വന്നു? രാവിലെ പൊള്ളലുണ്ടായിരുന്നു. വള്ളോളന്ന് പൊള്ളൽ വന്നിരുന്നു. പൊള്ളലുണ്ടായിരുന്നു. പൊള്ളല് 3500 3600 അങ്ങനെ പോയി ഒരു കുട്ടയ്ക്ക്. വേറെ 100-110 എണ്ണമാണല്ലേ? വേറെ മീനുകളൊന്നും ഇല്ല. ഓക്കെ. നമ്മുടെ പള്ളം ഫിഷ് മാർക്കറ്റിലെ നമ്മുടെ ഒരു പ്രധാന ലേലം വിളിക്കുന്ന ഒരാളാണ്. പേരൊന്നും പറഞ്ഞു കൊടുത്ത്. എന്റെ പേര് വില്യം എന്നാണ് പേര്. ഓക്കെ. ഇവിടെ വന്നു കഴിഞ്ഞാൽ പുള്ളിക്കാരനെ കാണാൻ പറ്റും. ഈ ഒരു ഏരിയ നോക്കിക്കഴിഞ്ഞാൽ വള്ളങ്ങളിലൊക്കെ വരുന്ന മീനുകളാണ് ഇവിടെ ലേലത്തിൽ കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗം നോക്കിക്കഴിഞ്ഞാൽ കറിക്ക് അത്യാവശ്യക്കാർ വരുന്നു കഴിഞ്ഞാൽ അവർക്ക് ചെറിയ തോതിലൊക്കെ മീൻ വാങ്ങാനുള്ള ഒരു ഏരിയയാണിത്. അപ്പോൾ ആ പരിസരത്ത് നോക്കിക്കഴിഞ്ഞാൽ ഉണക്ക മീനുകളാണ് വെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പള്ളം ഫിഷ് മാർക്കറ്റിൻ്റെ ഒരു പ്രത്യേകത അറിയാമല്ലോ. നമുക്ക് വണ്ടിയുള്ള മീനും വാങ്ങാൻ പറ്റും. ആ ദൂരോട്ട് കാണുന്ന ഇൻസുലേറ്റർ വണ്ടിയിലൊക്കെ കിടക്കുന്നത് നമ്മുടെ ഐസ് മീനുകളാണ്. ഇത് കടപ്പുറ മീനുകൾ. ഈ പരിസരത്ത് വന്നു കഴിഞ്ഞാൽ കടപ്പുറ മീനുകളൊക്കെ വാങ്ങാൻ പറ്റും. ഇവിടുത്തെ ഒരു ടൈമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ 6 മണി മുതൽ ഏകദേശം ഒരു 9 മണി വരെയാണ് മാക്സിമം ഒരു ടൈമെന്ന് പറയുന്നത്. വേറെ മീനുകളുടെ കാഴ്ചകൾ കാണിച്ചു തരാനായിട്ട് വേറെ മീനുകളൊന്നും ഇല്ല കേട്ടോ. നമ്മൾ നേരത്തെ കണ്ട നെത്തോലിയും ചാള അങ്ങനത്തെ കുറച്ച് മീനുകൾ മാത്രം തന്നെയാണ് ഇപ്പോഴും നമ്മുടെ പള്ളം ഫിഷ് മാർക്കറ്റിലുള്ളത്. നമ്മുടെ വിഴിഞ്ഞത്തെ അവസ്ഥ നോക്കിക്കഴിഞ്ഞാൽ കുട്ടിച്ചൂരകൾ മാത്രമാണ് ഇപ്പോൾ കുറച്ചൊക്കെ വരുന്നത്. വേറെ വെറൈറ്റി മീനൊക്കെ വന്നു കഴിഞ്ഞാലും മീനൊക്കെ നല്ല റേറ്റാണ്. ഏകദേശം ഉച്ചയ്ക്ക് 12 മണി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തമ്പായ്, കലവ,
അതുപോലെ വെള്ളക്ലാത്തി, അങ്ങനത്തെ കുറച്ച് മീനുകളാണ് വരുന്നത് വിഴിഞ്ഞത്ത്. അപ്പോൾ വിഴിഞ്ഞത്തെ ഒരു പ്രത്യേകത അറിയാമല്ലോ, അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈകുന്നേരം 3:30 മുതൽ വരുന്ന വൈകുന്നേരം 3:30 മണിക്ക് പണിക്ക് പോകുന്ന വള്ളക്കാർ രാത്രി 11 മണി മുതലേ വരാൻ തുടങ്ങും. അത് കണ്ടിന്യൂ ആയിട്ട് പിറ്റേ ദിവസം മാക്സിമം വൈകുന്നേരം 4:30 വരെയൊക്കെ നമുക്ക് കാണാൻ പറ്റും മീനുകൾ കേട്ടോ. മീന് കുറവാണ്, കൂടുതലല്ല, മീനൊക്കെ ഇപ്പോൾ വളരെ കുറവാണ് കേട്ടോ. ഈ ഒരു ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നമ്മുടെ കൂട്ടുകാരൊന്ന് മനസ്സിലാക്കി വെക്കുന്നതാണ് നല്ലത്. നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് വരാനിരിക്കുന്ന കൂട്ടുകാരാണെങ്കിൽ ഒരു 3 മണിക്ക് മുമ്പേ വരാൻ നോക്കണം. ഓക്കെ എന്നാ.